പുരികളെ സ്വർഗഭൂമികളെ യവനിക ഞൊറിയുകയാ. രവി അറിയാലോ, എന്ത് വില കൊടുത്തും ഇന്ന് ഈ ബാല ഫുള്ള് നമുക്ക് കളിക്കണം. ഇന്ന് അങ്ങനെ ഒരു പിടിവാശിയുടെ കാരണം എന്നത്? പിടിവാശിയോ? ഇവിടെ ലോൺ എടുത്തിട്ട് ഈ ബാല ട്രൂപ്പ് ചെയ്യാൻ തുടങ്ങിയേക്കുന്നത്. നാളെ ലോൺ അടക്കുന്ന ദിവസം ഇന്ന് ഈ ബാല ഫുള്ള് കളിച്ചിട്ട് ഇവിടുന്ന് പൈസ മേടിച്ചു വേണം ലോൺ അടക്കാം. അപ്പൊ ഇത് ലോൺ എടുത്ത് തുടങ്ങിയ ട്രൂപ്പായിരുന്നത്? പാരമ്പര്യമായിട്ട് കൈമാറി വന്ന സ്വത്താ ഇത്. അത് വിട്ട് അതിനേക്കാളും വലിയൊരു ചെറിയൊരു സംഭവം ഉണ്ട്. തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. എന്താ പ്രശ്നം എന്താ? ബാലയുടെ ക്ലൈമാക്സ് ഇല്ലേ, അങ്ങനെ നമ്മള് ഈ ഗുഹയ്ക്കകത്ത് നമ്മള് നാഗമാണിക്ക് എടുത്തോണ്ട് പാമ്പില്ലേ, ആ പാമ്പിന്റെ ഡമ്മി എടുക്കാൻ മറന്നു. തുടക്കത്തിലേ പൊളിക്കുവാണോ? പാമ്പിന്റെ ഡമ്മി എടുക്കാൻ പാമ്പിന്റെ ഒരു കാര്യം പറഞ്ഞേക്കാം, പരിപാടിക്ക് മുമ്പ് ഒരു നീർക്കോലിനെങ്കിലും അവിടെ പിടിച്ചോണ്ട് വന്നോ. ഞാൻ പിടിച്ചോണ്ട് വന്നോളാം, അത് നിങ്ങൾ വിട്ടേരെ. അതിനേക്കാൾ വേറെ സംഭവം ആശാനെ, നമ്മൾ എന്ന് ബാല കളിക്കാൻ ഏത് സ്റ്റേജിൽ ചെന്നാലും സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുത്തൻ സ്റ്റേജിലോട്ട് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നു. ആണോ? ഒരു മഞ്ഞ ഷർട്ടിട്ട് എടുത്തനാണ്. അതെ, ഇവിടെ വെളിവില്ലാത്തവനെ. അത് സുനി, നമ്മുടെ ആർട്ടിസ്റ്റ്, ക്ലൈമാക്സിൽ വരേണ്ട ആർട്ടിസ്റ്റാണ് അവൻ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അവനെ. എന്തെങ്കിലും നമ്മൾ ക്ലൈമാക്സ് വരെ കളിച്ചിട്ടുണ്ടോ? അവൻ ഇന്റർവെൽ ആകുമ്പോൾ അടികൊണ്ടോ അവന് ഓടുമല്ലേ. നമ്മുടെ ട്രൂപ്പിന് എന്തോ ദോഷമുണ്ട് ആശാനെ. എന്ത് ദോഷം? ഭയങ്കര ദോഷമുണ്ട്. അതുകൊണ്ടാണ് അടിക്കടി നമ്മുടെ ബാല ഇങ്ങനെ പൊളിയണത്. ഞാൻ ഐഡിയ പറയാം. എനിക്കറിയാവുന്ന ഒരു ജോത്സ്യൻ കണ്ണൂരുണ്ട്, നമുക്ക് പുള്ളിനെ കൊണ്ട് നോക്കിച്ചാലോ? അതിനു വേണ്ടി ഇനി 9 മണിക്കൂർ യാത്ര ചെയ്ത് കണ്ണൂർ പോയി ജോത്സ്യനെ കൊണ്ട് നോക്കണം. എടാ, ഒരു അരമണിക്കൂർ സമയം എടുത്ത് ആ സ്ക്രിപ്റ്റ് ഒന്ന് നോക്കിയാൽ തീരാവുന്ന കേസേ ഉള്ളൂ. ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഈ വർഷം കൊണ്ട് ഞാൻ ഹിന്ദു പുരാണം വിടുക. അടുത്ത വർഷം തൊട്ട് ബൈബിളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ പള്ളിയിൽ നിന്നും മേടിച്ച് കൂട്ടാൻ തീരുമാനിച്ചു. അമ്പലത്തിലെ പോലെ അല്ലാട്ടോ, അമ്പലത്തിലാണെങ്കിൽ നാക്കെ ശൂലം കയറ്റി അങ്ങ് വിടത്തുള്ളൂ. പള്ളിയിൽ നിന്ന് പറഞ്ഞാൽ കുരിശേ കയറ്റും, ആണി എതിലേക്ക് അടിച്ചു കയറ്റുമെന്ന് പറയാൻ പറ്റും. അതാ ഞാൻ പറഞ്ഞത്. ഞാനൊരു നല്ലൊരു ഐഡിയ ആശാണ്ട് പറയാം. നമുക്ക് ഈ വർഷം കൊണ്ട് ബാല അങ്ങ് വിടാം. എന്നിട്ട് സാമൂഹ്യ നാടകം തുടങ്ങാം. നാടകമോ? പിന്നെ വിൽപ്പാട്ടാണോ? വിൽപ്പാട്ട് നമുക്കറിയാവോ? കഥാപ്രസംഗം. ആര് കളിക്കും? പിന്നെ ബാലയെ വിട്ടിട്ട് എന്നാ ചെയ്യാന്നാ നീ പറഞ്ഞു? നമുക്ക് വല്ല പണിക്കും പോവാ ആശാനെ. നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടത്തില്ല ആശാനെ. ഇത് ആർട്ടിസ്റ്റുകൾക്കേ പറഞ്ഞിട്ടുള്ളൂ. അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നായിരുന്നു? അതെ, ഈ സ്റ്റേജിനകത്തേക്ക് ഒരു പാമ്പ് കയറിയിട്ടുണ്ട്. പാമ്പോ? അയ്യോ, പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു 8 അടി മൂർഖനാ. ആ സ്റ്റേജിന്റെ നടുക്ക് ഗുഹ പോലെ ഇരിക്കുന്നില്ലേ, അതിനകത്തോട്ടാ കയറിപ്പോയത്. എന്റെ ദൈവമേ, ഒരു പണി ചെയ്യാം. ആ പാമ്പിനെ ഓടിച്ചിട്ട് നാടകം തുടങ്ങിയാ പോരെ? എടോ, കൃത്യസമയത്ത് ബാല തുടങ്ങിയില്ലെങ്കിൽ നാട്ടുകാരാകെ ഇളവും, പ്രശ്നം പിടിച്ച ഏരിയ പറഞ്ഞേക്കാം, വിഷയാവും പറഞ്ഞേക്കാം. സമയം കളയണ്ട, ഇങ്ങനെ പരിപാടി തുടങ്ങാം നമുക്ക്. നാളും കമ്മിറ്റിക്കാരൻ മാത്രം പിടിച്ചാൽ മതി. അതെ അതെ, പാമ്പിനെ കൂടെ പിടിച്ചു വിടാം ബാല കളി. ആശാനെ, ഞാൻ ഐഡിയ പറയട്ടെ ആശാനെ. പാമ്പ് വന്ന് കേറിയ വിവരം നമ്മുടെ ആർട്ടിസ്റ്റുകളെ എല്ലാരും വിളിച്ച് പറയട്ടെ ആശാനെ. വന്ന് കേറിയേക്കണ ഹൈറേഞ്ചിൽ നിന്റെ അമ്മാവനല്ല, പാമ്പാണ്. ആർട്ടിസ്റ്റുകൾ പറഞ്ഞാൽ അവര് പേടിക്കും, ബാല മുഴുവൻ കളിക്കാൻ പറ്റത്തില്ല. അറിയാമോ, നമ്മൾ രണ്ടും അറിയാതെ കുഞ്ഞറിഞ്ഞു പോരുത് പാമ്പ് കയറി. ഇല്ല ആശാനെ, ഈ നാഗമാണിക്ക് നമ്മൾ എങ്ങനെ ഇതിനകത്ത് എടുക്കുവോ ആശാനെ? പാമ്പ് കയറിയപ്പോ തോട്ടിയിട്ട് വലിച്ചെടുത്താലോ? ചക്ക പറിക്കാൻ വേണ്ടി കയറുമല്ല, തോട്ടിയിട്ട് പറിക്കാൻ വേണ്ടിട്ട്. ഇത് എന്നത് പറയുവാണത്? എനിക്ക് കഴിയരുത്. വന്നേ, അവരെ പിടിച്ച് പാമ്പ് കടിച്ചെന്ന് നിങ്ങൾ ജയിലിൽ പോകും, ഉറപ്പാണ്. ദൈവമേ, പഴംപൊരിയാ? പഴംപൊരി എന്താ കടിയല്ലേ? ഈ കടിയുടെ കാര്യമാണ് പറഞ്ഞത്. എന്റെ പൊന്നാശാനെ, ഇത്രയും വർഷം നമ്മൾ ഈ ബാല കളിച്ചിട്ട് ഏതെങ്കിലും കമ്മറ്റിക്കാരി ഉണ്ടെന്ന് കടി തന്നിട്ടുണ്ടോ? ഇന്നീ ടൈമിങ്ങിന് തന്നെ കന്നല്ലോ. ബാല കളിക്കുമ്പോ കടി കിട്ടാൻ നോക്കണം കേട്ടോ. ബാല കളിക്കുമ്പോ കടിയല്ലല്ലോ, ഇടിയല്ലേ കിട്ടാറില്ലേ? അവന് ഉദ്ദേശിച്ച എന്നാ? ബാല കളിക്കുന്നതിനൊക്കെ കമ്മറ്റിക്കാർ ഇതുപോലെ കടി കൊണ്ട് തരും. അപ്പൊ അതിലേക്ക് വീണ് പോകരുത്, നമ്മൾ ബാലയിലായിരിക്കും ശ്രദ്ധ. അതെ, ഒരു 8 അടി സാധനമാണോ? 8 അടി സാധനോ? എന്താ ആശാനെ? ഒന്നുമില്ല, 8 അടിയുള്ള ഒരു ആരാധകൻ നമ്മുടെ ബാലയെ കണ്ടിട്ട് ഇതിലെ കറങ്ങി നടപ്പുണ്ട്. ചിലപ്പോ നമ്മളെ കാണുമ്പോൾ ആരാധന കൊണ്ട് പുള്ളി ചിലപ്പോ ഒന്ന് കടിക്കാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ സാധ്യതയുണ്ട്. അല്ലേടാ? നിങ്ങൾ അതൊന്നും പറയാണ്ട് ബാല തുടങ്ങാൻ നോക്കുന്നു. 11 മണിയായി, എനിക്ക് ബസ് കിട്ടൂല പോവാനായിട്ട്. ഈ ബാലെ 10 മണിക്ക് വരെ മൈക്ക് സാൻസ് ഉള്ളു. അപ്പം ബാല തീരും. പിന്നെ നിന്നെ സ്റ്റാൻഡിലാക്കി തന്നാ നിങ്ങൾക്ക് 11 ബസ്സിന് പോകാമല്ലോ. എന്നെ ആക്കി തന്നാ മതി. നീ ഇവിടെ കിടന്ന് ചവിട്ടിത്തുള്ളാതെ പോയി തീനേക്കാനുള്ള പരിപാടി. അതെ, ബാല തുടങ്ങുന്നില്ലേ? പ്രശ്നം പിടിച്ച ഏരിയ, പ്രശ്നം പിടിച്ച ഏരിയ, ആൾക്കാർ വിഷയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നീ നോട്ടീസ് എടുക്കാം. അതാണ് പ്രശ്നം. ഒരു പണി, ഇന്ന് നോട്ടീസ് നീ തന്നെ അനൗൺസ് ചെയ്തു. അയ്യോ, എനിക്ക് പറ്റില്ല, എനിക്ക് നാക്കൂരിക്ക് ചാവാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെ പറഞ്ഞു ഒഴിവാകുമല്ലേ? ഈ കേസ് നമുക്ക് പറ്റിയല്ല. പ്രിയമുള്ള ഭക്തജനങ്ങളെ, പൂഞ്ഞാർ നാണപ്പനും സംഘവും അവതരിപ്പിക്കുന്ന ബാലെ ആരംഭിക്കുന്നു. പുണ്യപുര ഞാൻ തകർക്കൂടാ. കിടുക്കനമ്പലത്തിലല്ലേ പരിപാടി കിട്ടിയേക്കുന്നത്? സുഖമുള്ള പേരുള്ള ഒരു അമ്പലം, പറഞ്ഞാൽ തെറ്റാത്തൊരു അമ്പലം ഇന്നാ കിട്ടിയേക്കുന്നത്. പുണ്യപുരാതനമായ പാമ്പാടും. പാമ്പാടും എന്ന് പറഞ്ഞ്
ഇവിടെ വെളിവിലാത്തനെ പാമ്പാടും പാറ ഈ സ്ഥലത്തിന്റെ പേരാണ്. നീ പേടിപ്പിക്കാതെ പോക്കണം. പറഞ്ഞു. അനൗൺസ്മെന്റ് ചെയ്യട്ടെ. ആ. പ്രിയമുള്ളവര്, പാമ്പാടും പാറ ദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിനോടനുബന്ധിച്ച് ഞങ്ങൾക്കൊരു പരിപാടി അവതരിപ്പിക്കാൻ അവസരമൊരുക്കിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സോമൻ. സോമൻ എന്ത് സുഖാണ് അത് പറയാൻ. എന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ, കേരളത്തിലെ എല്ലാ കമ്മിറ്റി പ്രസിഡന്റിന്റെ പേര് സോമൻ എന്നാക്കണം. അനൗൺസ് ചെയ്യാൻ എന്നാ സുഖമാ. സോമൻ ചേട്ടനും അതുപോലെ തന്നെ ഇതിന്റെ സെക്രട്ടറി ശ്രീ സുഖു എന്നാ സുഖമാ. സുഖു ചേട്ടനും അതുപോലെ തന്നെ കമ്മിറ്റി മെമ്പർമാരായ ബിജു, ബിനു, ഷിജു, സാബു തുടങ്ങിയവർക്കും അതിലുപരി ഇവർക്കെല്ലാം വിളിക്കാൻ സൗകര്യമുള്ളൊരു പേരിട്ട ഇവരുടെ രക്ഷകർത്താക്കൾക്കും നാണപ്പന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ബാലെ ആരംഭിക്കുന്നു. ഞങ്ങളുടെ പരിപാടി ഈ പരിസര പ്രദേശങ്ങൾ ബുക്ക് ചെയ്യുന്നതിന് ഞങ്ങളുടെ അംഗീകൃത ഏജന്റ് ശ്രീ എന്റെ ദൈവമേ, എന്താണ് അന്തിക്കിട്ട് ഉടക്കാനുള്ള പരിപാടിയാണല്ലോ കൊണ്ടു വെച്ചേക്കണത്. തിരുവനന്തപുരം പോകണമെന്നോ? തിരുവനന്തപുരം പോകണമെന്നോ? എന്ത് കാര്യത്തിൽ? നീ എന്താണ് ഈ പറയണത്? എന്താണ് സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. തിരിച്ചിട്ടടിച്ചു നോക്കാം ശാനെ. ചടിച്ചടിക്കാൻ ഇതിൽ അബിയുടെ സ്കൂട്ടർ അല്ലേ പേരാണ്. ആശാനെ നിർത്തിക്കേ. കാണിച്ചേ, ഇതാണോ ത്രിവിക്രമൻ? ആരാടി അമ്പലത്തിൽ പരിപാടി ബുക്ക് ചെയ്തത്? ഞാനാണ് ആശാനെ പിടിച്ചത്. ഇനി മേലാൽ ഇത് കൂട്ട് പറഞ്ഞാൽ തെറ്റുന്ന പേരുള്ള ഒരു ഏജന്റിന്റെ പരിപാടി നമുക്ക് വേണ്ട. പട്ടിണി വീട്ടിൽ കിടന്ന് മരിച്ചാലും നാക്കൂരിങ്ങി ചാകാൻ എനിക്ക് താല്പര്യമില്ല. മനസ്സിലായോ? ആയിക്കോട്ടെ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ബാലെ ആരംഭിക്കുന്നു. ഞങ്ങളുടെ ബാലയുടെ പേരാണ് നാഗത്താൻ കോട്ട അഥവാ ഫോർട്ട് ഓഫ് സ്നേക്ക്. ഈ പോയി കയറാനുള്ള പരിപാടി. പ്രഭു, എത്ര മനോഹരമാണല്ലേ ഈ നാഗത്താൻ കോട്ട. അതെ റാണി, അതെ. ഇപ്പോൾ ഈ കോട്ടയിൽ ഞാനും പ്രഭുവും മാത്രമേ ഉള്ളൂ. എന്നുറപ്പിച്ച് പറയാൻ പറ്റിയല്ല. ഒരു സാധനം ഇഴഞ്ഞു കയറിയിട്ടുണ്ടോ? അതിർത്തിയിൽ യുദ്ധം നടക്കുമല്ലേ, അപ്പൊ പലരും നുഴഞ്ഞു കയറുന്നുണ്ടതിന് വാർത്ത കേട്ടു. പ്രഭു, അങ്ങ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് മറന്നിരിക്കുന്നു. എന്ത് ചോദ്യമാണ് റാണി? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആരാണ് മറക്കുന്നത്? പറയൂ, എന്താണ്? ഇന്ന് ബുധനാഴ്ച ഹരിതകർമ്മ സേനയ്ക്ക് 60 രൂപ കൊടുക്കേണ്ട ദിവസം, അതല്ലേ? ആശാനെ, പ്രഭു, ഇന്ന് എന്റെ പിറന്നാളാണെന്ന്. മെനി മെനി ഹാപ്പി റിട്ടേൺ തെറ്റിപ്പോവും. ജന്മദിനാശംസകൾ. എന്റെ പിറന്നാളായിട്ട് അങ്ങേക്ക് എന്ത് സമ്മാനമാണ് തരാൻ പോകുന്നത്? റാണിക്ക് എന്താണ് വേണ്ടത് പറഞ്ഞാലും ഞാൻ എന്ത് ചോദിച്ചാലും അങ്ങ് തരുമോ? സൂര്യന് കീഴിലുള്ള എന്ത് ചോദിച്ചാലും റാണിക്ക് ഞാൻ സമ്മാനമായിട്ട് തരും. ആണോ? അന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ നാഗത്താൻ കോട്ടയിലെ ഇതുവരെ ആരും സ്വന്തമാക്കാത്ത നാഗമാണിക്യം അതെനിക്ക് വേണം. ഇപ്പൊ കൊണ്ടുവരും. ഇതിനകത്തൊക്കെ മെനക്കെട്ട പാമ്പ് കയറി പോയേക്കണു. റാണി, ഈ നാഗമാണിക്യം തന്നെ വേണോ, വല്ല ജിമിക്കിയും കമ്മലും കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? വേണ്ട, എനിക്ക് നാഗമാണിക്യം തന്നെ വേണം. കരിമണിമാല, നെക്ലേസ്. അയ്യോ അയ്യോ, എപ്പോഴാണ് വരേണ്ടത്? വെളിവില്ലെന്താണ് ഈ പാമ്പ് കയറി സൂചു എന്നാണ് വിളിക്കുന്നത്. എപ്പോഴാണ് വരേണ്ടത്? ഇപ്പോഴാണ് നീ കയറി വരുന്നത്. വേറെ എന്തെങ്കിലും ഒരു സമ്മാനത്തിന്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ. മഹാരാജൻ വീണാൽ വീഴട്ടെ, മഹാരാജൻ വീണാൽ വീണട്ടെ, അറിയായി ഇവിടെ വന്നിട്ടുണ്ടോ അടിക്കുമെന്ന് ഇതുപോലെ ഡയലോഗും പഠിക്കാതെ വന്ന കാര്യം ഒന്ന് പറയാവോ? മഹാരാജൻ അങ്ങനെ വിളിച്ചാർന്നെന്നോ കേട്ടു? കേട്ടാ, ഒരു സൈനാധിപൻ വന്ന് പറഞ്ഞ വാക്ക് കേട്ടോ, വിളിച്ചാർന്നെന്ന് കേട്ടാർന്നെന്ന്. വിളിച്ചാർന്നല്ലേ നാഗത്താൻ കോട്ട കൊണ്ട് കൂത്താട്ട് കൊളുത്ത് ഫിറ്റ് ചെയ്ത്. രാജൻ വിളിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞാലും രാജൻ. സൈനാധിപ, ഇന്ന് നമ്മുടെ റാണിയുടെ ജന്മദിനമാണ്.
ആയിരുന്നോ? ആർന്നൂന്നോ? ആയിരുന്നോ? ആ. റാണി സിനി മിനി മിനി സിനി വെഡിങ് ഹാപ്പി. റാണി റാണിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. അതേ നടക്കും. ഞാൻ പെട്ട് മെഴുകി നിൽക്കും, അറിയാവോ? പറയൂ രാജൻ. റാണിക്കൊരു ആഗ്രഹം. എന്താണ് രാജൻ? റാണിയുടെ ജന്മദിന സമ്മാനമായിട്ട് ഈ നാഗത്താങ്കോട്ടയിലെ നാഗമാണിക്യം അങ്ങനെ കൈകൊണ്ട് തന്നെ എടുത്ത് റാണിക്ക് സമ്മാനിക്കണമെന്ന്. ഓ, റാണിയുടെ ആഗ്രഹം പോലും രാജാവ് അനുവാദം തന്നാലും എപ്പോഴും അനുവദിച്ചിരിക്കുന്നു. പോയിട്ട് വാ. ഇതിനകത്തല്ലേ ആ പാമ്പ് കയറിയിരിക്കണ എട്ടടി മൂർക്കൻ. തെണ്ടി ഡയലോഗ് മാറ്റി എനിക്ക് എന്താണ് സൈന്യാധിപൻ എന്ന് കുശുകുശുക്കുന്നത്? മഹാരാജൻ, ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു. അങ്ങല്ല ഈ രാജ്യത്തിന്റെ അധിപൻ. അപ്പൊ വെറും സേനാധിപതിയായ ഞാൻ എങ്ങനെ നാഗമാണിക്യം പോയെടുക്കും? അങ്ങ് ഓർക്കണം, ഞാൻ വെറും ഒരു ദാരിദ്ര്യക്ക് താഴെയുള്ള BPL സേനാപതിയാണ്. എന്റെ കൈ കൊണ്ട് എങ്ങനെ എടുക്കും രാജൻ? സൈന്യാധിപൻ, നമ്മൾ തമ്മിൽ രാജാവ് സൈന്യാധിപൻ എന്നുള്ള വേർതിരിവ് വേണോ? APL BPL വേർതിരിവ് എനിക്കില്ല. നമ്മൾ ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും പോലെ രണ്ടുപേരും. സൈന്യാധിപൻ ധൈര്യമായിട്ട് പോയി നാഗമാണിക്യം എടുത്ത് റാണിക്ക് കൊടുത്തു. മഹാരാജൻ, അങ്ങ് തന്നെ പോയി എടുത്താലും സൈന്യാധിപൻ പോയെടുക്കൂ. പ്രഭു, നിങ്ങൾ ഇങ്ങനെ തർക്കിച്ചിരുന്നാൽ 11 മണിക്ക് ബസ് പോകുന്നു. അല്ല, രഥം പോകും. കെട്ടില്ല സേനാധിപനെ, റാണിയുടെ രഥം പോകും. പെട്ടെന്ന് പോയി നാഗമാണിക്യം വിടും. മഹാരാജൻ, അങ്ങ് വെറും നീരാളിയാകുന്നു. നീരാളിയോ? നീരാളിയല്ല. യു മീൻ ഒക്ടോപ്പസ്? മഹാരാജൻ, അങ്ങയുടെ അച്ഛൻ ഒരു വീരാളിയായിരുന്നു. അങ്ങയുടെ അച്ഛന്റെ ഞരമ്പിൽ ഓടുന്ന അതേ രക്തമാണ് അങ്ങയുടെ ഞരമ്പിലും ഓടുന്നത്. വിട്ടിത്തം പുലമ്പാതിരിക്കും സേനാപതി. എന്റെ അച്ഛന്റെ രക്തം B നെഗറ്റീവും എന്റെ O പോസിറ്റീവുമാണ്. പിന്നെ നിങ്ങൾ ഒരുപോലെ രാവിലിട്ട് പിടിക്കുവല്ലേ? എന്നാലും പോയി അടിക്കല. എടുത്തിട്ട് വാ. പോയി എടുക്ക. സൈന്യാധിപൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ട്രൂപ്പിന്റെ ഓർഡറാണ് ഞാൻ. ട്രൂപ്പിന്റെ ഓണറോ? ഈ രാജ്യത്തിന്റെ ഓർഡറാണ് ഞാൻ. പോയി നാഗമാണിക്യം എനിക്ക് നീ പോയി എടുക്കടാ. അടുത്ത വർഷം ട്രൂപ്പിൽ കാണിയല്ലോ കേട്ടോ. ഞാൻ നിങ്ങളുടെ ഈ മാട്ട ട്രൂപ്പിൽ ഇല്ലെന്ന്. എന്റെ ട്രൂപ്പിനെ കുറിച്ച് പറഞ്ഞോണ്ടല്ലോ. ആൾക്കാർ നോക്കണം. ആൾക്കാർ നോക്കിയാലും പോയി എടുക്ക. നിങ്ങൾ നീ പോയി എടുക്കണം. പോയി എടുക്ക. ഞാൻ എടുക്കത്തില്ല. എന്റെ രഥം പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ തന്നെ നാഗത്തെയും നാഗമാണിക്യവും സ്വന്തമാക്കിയിരിക്കുന്നു. വന്നേ, പാമ്പ് വന്നോർത്ത് ഒറിജിനൽ പാമ്പിനെ എടുത്തോണ്ട് വന്നേക്കുവാണ്. മിണ്ടല്ലേ, ഒറിജിനൽ നടന്നാൽ അത് പിടഞ്ഞു വീണ് ചാകും. ഇവിടെ പോയി ഒരു ആംബുലൻസ് വിളിച്ചിട്ട് വാ. ഇവിടെ ഇതേപോലെ ആംബുലൻസ് കയറ്റി നേരെ പാപ്പിനിശ്ശേരി കൊണ്ടാക്കാം. ബാക്കി കാര്യം അവര് നോക്കും. എങ്ങനെയും നയത്തിൽ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. നയത്തിൽ പറയണ കാര്യം ഞാനിട്ടു. പ്രഭു, ഞാൻ ഇതൊക്കെ വലിച്ചു വാരി എടുത്തോണ്ട് വന്നിട്ട് അങ്ങടെ മുഖത്ത് എന്തോ ഒരു സന്തോഷമില്ലാത്തേ. സന്തോഷിക്കാൻ പറ്റുന്ന സാധനമാണല്ലോ പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. റാണി, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ റാണി വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. റാണിയുടെ കയ്യിലിരിക്കുന്ന ഈ നാഗം റാണി ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഡമ്മിയല്ല. പിന്നെ ഒറിജിനലാടി, ഒറിജിനൽ. ഒറിജിനലോ? അയ്യോ, ആശാനെ, ആശാനെ, എനിക്ക് പേടിയാവണം ആശാനെ. ആശാനെ, ആശാനെ, നിർത്തക്കൂടെ? പിടിവിട്ടാത് കടിക്കും. അയ്യോ, ആശാനെ, പാമ്പ്, പാമ്പ്, ആശാനെ, പാമ്പ്, ആശാനെ. സമാധാനപ്പെട്ട്. അയ്യോ. എനിക്ക് രവി ആംബുലൻസ് വിളിക്കാൻ പോയിട്ട് നീ ഇതേപോലെ ഈ പാമ്പുമായിട്ട് ആംബുലൻസ് കയറിയിരിക്കുക. നിന്നെ നേരെ പാപ്പിനിശ്ശേരി കൊണ്ടാക്കും. ബാക്കി കാര്യം അവര് നോക്കും. പാപ്പിനിശ്ശേരിയിലോ? അയ്യോ, ആശാനെ, എനിക്ക് പേടിയാവണം ആശാനെ. ആശാനെ, ആശാനെ, ഞാൻ കളഞ്ഞ ആശാനെ. പോയി. എന്നാലും നിനക്ക് തലക്ക് വെളിവില്ലേ നീ പാമ്പിനെ പിടിച്ചിട്ട് വരെ? എന്ത് പണിയാണ് ആശാനെ കണ്ടത്? ഇപ്പൊ എന്നെ കൊത്തി കൊന്നേച്ചെങ്കിലോ? പിടിക്കാൻ പറയാൻ മതി ഒറിജിനൽ ആണോ ഡെമ്മിയാണോ? അത് ഞാൻ ഡെമ്മിയാന്നല്ലേ വിചാരിച്ചേ. ആശാനേ, ഒരു സസ്പെൻസ് ഉണ്ട്. സസ്പെൻസ് ഉണ്ടോ? നിങ്ങൾ ആദ്യം എന്താണ് പറഞ്ഞത്? ഡെമ്മി പാമ്പിനെ എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ? എടുത്തതാണ്, മിസ്സായി പോയതാണ്. എവിടാ? ഞാൻ ആ സ്റ്റേജിന്റെ സൈഡിലേക്ക് വന്നപ്പോ സൈഡിൽ കിടക്കണ്. എന്നിട്ട് അവിടെ സാധനം കിട്ടി. ഇവിടെ വെളിവില്ലാത്തവനെ അത് ഡെമ്മിയല്ല. ഇവളിപ്പോ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ഒറിജിനൽ പാമ്പാണ്. പിടിച്ചോ, ഇതെല്ലാം ഈ വചന എറിഞ്ഞു കളട്ടെ. ഒന്നും പേടിക്കണ്ട. നീ വിളിച്ചിട്ട് ആംബുലൻസ് അവിടെ കിടപ്പില്ലേ? അതിനകത്ത് കയറിയിരിക്കുക. നേരെ നിന്നെ പാപ്പിനെ ശരിക്കൊണ്ടാക്കും. ബാക്കി കാര്യം അവര് നോക്കിക്കോളൂ. ആംബുലൻസിൽ